ഒടുവിൽ കേന്ദ്ര സർക്കാർ ബി.ജെ.പി. സർക്കാർ കേരളത്തിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കി. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് വെച്ചാൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ L3 വിഭാഗത്തിൽ വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തണം. ഇതായിരുന്നു സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. കേരള മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് നിരവധി തവണ കേന്ദ്ര മന്ത്രിമാർക്ക്, പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പക്ഷേ മറുപടി ഉണ്ടായില്ല. അതുമാത്രമല്ല, നിഷേധാത്മക സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അമിത്ഷാ തന്നെ സഭയിൽ പറഞ്ഞത്, പാർലമെന്റിൽ പറഞ്ഞത് നാം കേട്ടതാണ്. കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗവും നാം കേട്ടതാണ്. കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. നേതാക്കൾ എന്തുകൊണ്ട് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പഴയ ഉത്തരവുകൾ, പഴയ നിർദ്ദേശങ്ങൾ ഉദ്ധരിച്ച് വാർത്താ സമ്മേളനം നടത്തിയതും നാം കണ്ടു. വി മുരളീധരനായിരുന്നു അതിന്റെ മുൻപന്തിയിൽ. അത് ഏറ്റുപിടിക്കാൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായി. അത് ഏറ്റുപിടിക്കാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തയ്യാറായി. സുരേഷ് ഗോപിയോട് ഇത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നാണ്. കേന്ദ്രം എടുക്കേണ്ട തീരുമാനം, കേന്ദ്ര സർക്കാർ എടുക്കേണ്ട തീരുമാനം, അത് എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് എന്ന് തിരിച്ചു ചോദിച്ചാൽ അദ്ദേഹം വാർത്താ സമ്മേളനം മതിയാക്കി മാധ്യമപ്രവർത്തകരുടെ മൈക്കുകൾ തട്ടിമാറ്റി പോകുന്നതും നാം കണ്ടതാണ്. ഒടുവിൽ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കത്ത് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത ടിങ്കു ബിസ്വാളിന് അയച്ച കത്താണ് ലഭിച്ചിരിക്കുന്നത്. ടിങ്കു ബിസ്വാൾ, പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള, തിരുവനന്തപുരം അയച്ച കത്തിന്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡോക്ടർ രാജേഷ് ഗുപ്ത ടിങ്കു ബിസ്വാളിന് അയച്ച കത്തിന്റെ കോപ്പി. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: മാഡം, പ്ലീസ് റെഫർ ടു യുവർ DO നമ്പർ DMA 2/256/224 DMD dated 28/12/2024 regarding seeking confirmation on the Mepadi landslide disaster in Wayanad district as a disaster of severe nature. In this context, I would like to inform that in the event of disaster of a severe nature, financial assistance towards the notified natural disaster including landslide is met from State Disaster Response Fund SDRF already placed at their disposal, which is further supplemented from National Disaster Response Fund NDRF in accordance with the established procedure, which includes an assessment based on the visit of an interministerial central team IMCT. However, keeping in view of the intensity and magnitude of Mepadi landslide disaster in Wayanad district has been considered by interministerial central team IMCT as a disaster of severe nature for all practical purpose എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് ലഭിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്. കത്ത് ലഭിച്ചത് 30 ഡിസംബർ 2024 എന്ന് വെച്ചാൽ ഇന്ന് ലഭിച്ച കത്താണ്. ഫയൽ നമ്പർ 1306/2024 NDM 1 എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് ലഭിച്ചിരിക്കുന്നു. രാജേഷ് ഗുപ്ത, ജോയിന്റ് സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് ഹോം ആൻഡ് അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് കത്ത് അയച്ചിരിക്കുന്നത്. ടിങ്കു ബിസ്വാളിനാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഇതിലാണ് ഈ ദുരന്തത്തെ സിവിയർ നേച്ചർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഫണ്ട് നൽകുന്നതിനെ കുറിച്ച് ഇതിനകത്ത് വ്യക്തത വരുത്തിയിട്ടില്ല. അതിൽ ചില കള്ളക്കളികൾ നടക്കുന്നുണ്ട്. ഈ കേന്ദ്ര സംഘം ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. അവരുടെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും സപ്ലിമെന്ററി ഫണ്ട്, അധിക ഫണ്ട് അനുവദിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്നും ഈ കത്തിനകത്ത് വ്യക്തമായും പറയുന്നുണ്ട്. ഇങ്ങനെ സിവിയർ നേച്ചർ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രധാനപ്പെട്ട നേട്ടം എന്നത് MB ഫണ്ട് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും. ഇന്ത്യയിലെ എല്ലാ MPമാർക്കും വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് സഹായം നൽകാൻ കഴിയും. അതോടൊപ്പം സംസ്ഥാന സർക്കാരിന് അധിക ഫണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കഴിയും. അത് ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനം വരും എന്നാണ് ഈ കത്തിനകത്ത് പറയുന്നത്. അത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം ലോകബാങ്ക്, ADB, NGO തുടങ്ങിയ ഏജൻസികളിൽ നിന്നും ഫണ്ട് സമാഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫണ്ട് എവിടെ നിന്ന് എന്ന ചോദ്യം കേരളത്തിന്റെ മുന്നിലുണ്ട്. കേന്ദ്ര സർക്കാർ ഇതുവരെയും അധിക സഹായം അനുവദിച്ചില്ല. സംസ്ഥാനത്തിന് ലഭ്യമായ ഫണ്ട് ഉപയോഗിക്കാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ഉപയോഗിക്കണമെങ്കിൽ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ, വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഈ ദുരന്തം സിവിയറായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ
അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാനദണ്ഡങ്ങളില്ലാതെ പണം ചെലവഴിക്കാൻ കഴിയും എന്നതും പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ്. അതുകൊണ്ട് പുനരധിവാസം വളരെ വേഗത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നേരത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിൽ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഒന്നുമില്ല, കൃത്യമായിട്ടാണ് കേരളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്, അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തീരുമാനം, കേന്ദ്രത്തിന്റെ തീരുമാനം അതിവേഗമുണ്ടാകും എന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഈ കത്ത് ഇപ്പോൾ സംസ്ഥാനത്ത് ലഭിച്ചത് എന്ന് കരുതാം. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അക്കാര്യം കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. മാധ്യമങ്ങൾ അത് വേണ്ടത്ര കാര്യമായി എടുത്തില്ല. കാരണം ഒരു സഹമന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. സഹമന്ത്രിയല്ല അമിത്ഷാ, കേന്ദ്രമന്ത്രി തന്നെയല്ലേ പ്രഖ്യാപിക്കേണ്ടത്, അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയല്ലേ പ്രഖ്യാപിക്കേണ്ടത് എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരാം. പക്ഷേ ഒരു കത്തിലൂടെയാണ് ഇപ്പോൾ കാര്യം സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ആ കത്തിൽ പറയുന്നത് പണത്തിന്റെ കാര്യം, ഫണ്ടിന്റെ കാര്യം പറയുന്നില്ല, അധിക ഫണ്ട് പരിശോധിച്ചു വരികയാണ് എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഒരു ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ, അത് അത്രയും നല്ലത്. സംസ്ഥാനം വിവിധ തരത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രതിനിധി KV തോമസ് നിരന്തരം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി നിരവധി തവണ കേന്ദ്രത്തിന് കത്തയച്ചു. അതോടൊപ്പം കേരളത്തിലെ എല്ലാ MP-മാരും ഒന്നിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു. ഇങ്ങനെ വിവിധ രൂപത്തിൽ സമ്മർദ്ദം കേരളത്തിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ സമരം നടത്തി. ഇങ്ങനെയൊക്കെയാണോ കേന്ദ്രത്തിൽ നിന്നൊരു ഫണ്ട് ലഭിക്കേണ്ടത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇത്ര വലിയ ദുരന്തം നടന്ന തൊട്ടടുത്ത ദിവസം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷവും കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ച സാഹചര്യത്തിൽ കേരളത്തിന് എന്തുകൊണ്ട് അധിക ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന ചോദ്യം കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കേരളത്തിലെ MP-മാർ, ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള MP-മാർ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന്. അത് കേരളത്തിന്റെ ഒരു പൊതുവികാരമായി മാറിയ ഘട്ടത്തിലാണ് ഗത്യന്തരമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം BJP വിരുദ്ധ നിലപാടിലേക്ക് വരുമെന്ന ഭയം BJP നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് കേരളത്തിന് ഒരു നയാ പൈസ അധികമായി നൽകുന്നില്ല, നിങ്ങൾ കണക്ക് കൊടുത്തോ എന്നാണ് കേരളത്തിലെ BJP നേതാക്കൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കൊടുത്തിട്ടുണ്ട്, കൃത്യമായും കൊടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ടി വന്നതും നാം കണ്ടതാണ്. അമിത്ഷാ സഭയിൽ പാർലമെന്റിൽ പറഞ്ഞ കാര്യം അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക്, ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു കേരളത്തിൽ. അതെല്ലാം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്രത്തെ എത്തിക്കുന്നതിന് ഗുണകരമായി എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന്. അത് കേൾക്കാതിരിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇത്തരമൊരു കത്ത് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. പക്ഷേ അപ്പോഴും അതിലൊരു കള്ളക്കളിയുണ്ട്. പണം എത്ര നൽകും, എപ്പോൾ നൽകും എന്ന് പറയുന്നില്ല. അവിടെയാണ് ഒളിച്ചുകളിയുള്ളത്. എന്നിരുന്നാലും ഈ നേട്ടം കേരളത്തിലെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണെങ്കിലും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. Yep.